നമുക്ക് ഗുരുദേവൻ നമ്മുടെ ഒരു മുൻഗാമിയായി നമ്മളെ വഴികാട്ടിയായി നിന്നിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ മറ്റൊരു നാടിനും ഇല്ലാത്ത ഒരു സത്യം പ്രത്യേകത നമുക്കുണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. മറ്റൊരു നാടിനും ഇല്ല. ഗുരുദേവനെ ഒരിക്കലും ഒരു സമുദായത്തിന്റെ കുടത്തിനകത്ത് ഒതുക്കാൻ പറ്റില്ല. അതെ, ഒതുക്കലും പറ്റില്ല. അതിനാരെങ്കിലും ശ്രമിച്ചാലും ഗുരു അതിൽ ഒതുങ്ങി നിൽക്കില്ല. ഗുരു അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഇങ്ങനെ വലിയൊരു വൃക്ഷമാണ്, ഒരു മഹാവൃക്ഷമായിട്ട് ഒരു മഹാവനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ബഹ്റിനിൽ പോയി. അവിടെ ഗുരുവിന്റെ ഓർമ്മകളേ ഉള്ളൂ എല്ലായിടത്തും. നമ്മൾ സൗദിയിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ മലയാളികളുള്ള എല്ലാ ഇടങ്ങളിലും പോയിക്കോട്ടെ, ഡൽഹിയിൽ പോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബീഹാറിൽ പോകട്ടെ, എല്ലായിടത്തും ഗുരുദേവന്റെ തത്വസംഹിതകൾ ഇങ്ങനെ പ്രചരണം ചെയ്യപ്പെടുന്ന ഓരോരോ ക്ലബ്ബുകൾ, ഓരോ സാംസ്കാരിക സംഘടനകൾ, അത് കേവലം സാമുദായികമല്ല, മറിച്ച് ഈ സാമുദായികം ആയിട്ടുള്ള മാനവ സമുദായത്തിൻ്റെതായിട്ടുള്ള പുതിയ ധർമ്മമീമാംസകൾ പ്രചരണം ചെയ്യുന്ന ഓരോന്നാണ്. അത് വളരെ ഗംഭീരമായിരിക്കുന്നു. 1 കോടി ദിവാകരൊത്തു എരുമ്പടി പാറുടെ നീരലനാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻവടി വെന്നും ഇരുന്ന് വിളങ്ങിടണം ഇടണേയൊരു കൺമുന എന്നിൽ അതിനടിയൻ അഭിലാഷം ഉമാപതിയെ ജടമെന്നതുകൊണ്ട് ജയിക്കുമതിനിടയില്ല ഇരിപ്പതിലൊന്നിലുമേ. ഇങ്ങനെ പറയുന്നത് എനിക്കൊരു കൗതുകമാണ് കേട്ടോ. ഞാൻ 100 തവണ തെറ്റിച്ച് പഠിച്ചത്. ഭയങ്കര പാടാണ്. ഞാൻ സാർ ആദ്യം തന്നെ അത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു എങ്ങനെയാണത് നിലമോട് നെരുപ്പ് നിരന്നൊഴുകും ജലമാശുക നമ്പരമഞ്ചിലുമേ അലയാതെ അടിക്കടി നൽകുക നിന്നിലയൊന്നിത് തന്നെ നമുക്ക് മതി തൊട്ട് മണം മുതൽ 5 ഉണർന്നരുളോളവും ഉള്ളത് ചിന്മയമാം ചിരിതൊട്ടിരുളോളം അഹോജടമാം അത് രണ്ടിലുമായ മരുന്ന് അഖിലർക്കും അതങ്ങനെ തന്നെ മതം സുഖ സാധ്യമിതെന്ന് ശുഗാദികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടമായ അഹോവലുതേ. നോക്കുക, അദ്ദേഹം കൊണ്ടുവന്നത് പകരുന്നു പരമ്പരയായി പലതും. അതെ, ഇന്ന് ഞാൻ രാവിലെ ഒരു ഗുരുശിഷ്യ സംഗമത്തിൽ പോയിട്ട് മുഖ്യാതിഥിയായി പ്രസംഗിച്ചിട്ട് വരികയാണ്. അവിടെയും ഞാൻ ഈ ഗുരുവിന്റെ ഈ വരി പറഞ്ഞു. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പരമ്പരയായിട്ടുള്ള ഒരു പകർച്ച നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായ അഹോ വലുതേ. ഇതിനെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഇച്ഛ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഓരോന്നും പകർന്ന് തലമുറയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന, അന്നം കൊടുക്കുന്നത് പോലെ, അഭിമാനം കൊടുക്കുന്നത് പോലെ. അതെ, വലുതും ചെറുതും നടുമധ്യവുമായ ലയറ്റുയരുന്ന ചിദംബരമേ മലമായയിലാണ് മയങ്ങി മനം നിലവിട്ട് നിവർന്നലയാതരുളേ അരുളേ തിരുമേനി അണഞ്ഞിടുമീ ഇരുളേ വെളിയേ ഇടയേ പൊതുവേ കരളേ കരളിങ്കൽ ഇരിക്കുമരും പൊരുളേ പുരി 3 മെരിച്ചവനേ എരി കയ്യതിലേന്തി ഇറങ്ങി വരും തിരുമേനി ചിദംബരം എന്നരുളും പുരി തന്നിലിരുന്നു പുരംപുരി ചെയ്തരുളുന്നത് തന്നെ ഒരു അത്ഭുതമാം. പുതുമാങ്കനി പുത്തമൃതേ കുളമേ മധുവേ മധുരക്കനിയേ രസമേ വിധി മാധവരാതി തിരഞ്ഞിടുമെൻ പതിയേ പദ പങ്കജമേ ഗതിയേ ഗതി നീ അടിയന്നെ ഗജത്തെ ഉരിച്ചത് കൊണ്ടുട ചാർത്തിയ ചിന്മയമേ ചതി ചെയ്യും ഇരുട്ടൊരു ജാതി വിടുന്നതിനിന്നടിയന്നരുളേകണമേ. ഇവിടെയാണ് ജനാധിപത്യം കിടക്കുന്നത്. ചതി ചെയ്യും ഇരുട്ട് ഒരു ജാതി ഇരുട്ട് മനുഷ്യനെ എന്നും ചതിക്കും. ജനാധിപത്യം വന്നാലും ജനാധിപത്യത്തിന്റെ 3/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഇന്ത്യയിലും കേരളത്തിലും ജനാധിപത്യത്തിന്റെ ഒരു ജാതി ഇരുട്ട് ഇപ്പോഴും മനുഷ്യനെ ചതിക്കുന്നു. വോട്ട് കുത്തുന്നവനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളുന്നു. അവന്റെ കയ്യിൽ ജപ്തി നോട്ടീസ് മാത്രം വരുന്നു. വിത്തിറക്കുന്നവൻ ആത്മഹത്യ ചെയ്യാനുള്ള വഴികൾ അന്വേഷിക്കുന്നു. എന്തുകൊണ്ടാ കർഷകൻ ഇപ്പോഴും ഈ കണ്ണീരും കൈയുമായി കഴിയുന്നത്? അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം എടുത്ത് വിറ്റ് കൊള്ള ലാഭം ഉണ്ടാക്കുന്നവരാരും അവന്റെ ദീനതകൾ കാണുന്നില്ല. അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കാണുന്നില്ല. അവന്റെ കുറ്റം കൊണ്ടല്ലാതെ നശിച്ചു പോകുന്ന വിളകൾക്കെല്ലാം അവൻ വിലയായിട്ട് അവന്റെ ജീവൻ കൊടുക്കേണ്ടി വരുന്നു. അത് ഒരു ജാതി ഇരുട്ടാണ്. അതാണ് ഗുരു പറഞ്ഞത്. ചതി ചെയ്യും ഇരുട്ടൊരു ജാതി വിടുന്നതിനിന്നടിയന്നരുളേകണമേ. ഒരു ജാതി ഇരുട്ട് എൻ്റെ കുട്ടികളെ ചതിക്കും. ആ ഒരു ജാതി ഇരുട്ടിൽ നിന്ന് ജനാധിപത്യ ഭരണമെന്ന് പറഞ്ഞ് നമ്മളെ പാലും തേനും കുടിപ്പിക്കാമെന്ന് വീമ്പിളക്കുന്നവർ മനസ്സിൽ വിതയ്ക്കുന്ന ഒരു ജാതി ഇരുട്ടിന്റെ വിത്ത് മുളച്ച് മഹാ ഇരുണ്ട വനം നിർമ്മിക്കപ്പെടും. ആ ഇരുണ്ട വനത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ച് സൗന്ദര്യ തൽപ്പങ്ങളിലേക്ക് കൊണ്ടിരുത്തുമാറാകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രപഞ്ചശക്തിയോട്. ആ രീതിയിൽ അതിനെ എടുത്ത് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ ദർശന പുണ്യം നമുക്ക് ലഭ്യമാകുന്നത്. എത്രത്തോളം അർത്ഥഗർഭമായിട്ടാണ് ഓരോ വരികളും എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ വളരെ ഗംഭീരമാണ്. ഒന്നുകൂടി പറയാൻ സാധിക്കും കേട്ടോ. ഞാനൊരു എളിയ കവിയാണ്. കവിത എഴുതാതിരിക്കുമ്പോൾ ഈ ഗുരുവിൻ്റെയൊക്കെ ആ പ്രഭാവം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് എഴുതാൻ പേടിയാവും. വേറൊന്ന് ഞാൻ ക്ഷമാപണത്തോടു കൂടി പറഞ്ഞുകൊള്ളട്ടെ. കോലത്തുകരക്കുടി കൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയേ.
ആ ഗുരുവിന്റെ രണ്ടുപേരി കോലത്ത് കരുതുന്നോണ്ട് സമസ്യാപൂർണ്ണം നടത്തുക. അന്ന് 19ഓ 20ഓ വയസ്സുള്ള കുമാരനാശാൻ പൂരിപ്പിക്കാൻ നിൽക്കുക. അതിമിടുക്കനായിരുന്നു. പക്ഷെ എങ്കിലും കാലൻ കനിവറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ എന്ന് കുമാരനാശാൻ കുറിച്ചപ്പോഴും പറയുന്നതിൽ എൻ്റെ ആശാൻ ഗുരു ക്ഷമിക്കണം, ആശാൻ ഗുരു ക്ഷമിക്കണം, ശ്രീനാരായണ ഗുരുദേവൻ അത് കേൾക്കണം. എന്തുകൊണ്ടാ? ഓലപ്പടി എന്നെ അയക്കരുതേ എന്ന് പറയുന്നിടത്ത് ഒരു ക്ലിഷ്ടത കിടക്കുന്നുണ്ട്, രചനാപരമായിട്ട് ഒരു ക്ലിഷ്ടത. 2 യാ വന്ന് ചേർന്നിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാലൻ കനി, അതുവരെ ഗംഭീരമാ. കാലൻ കനി വറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ. പക്ഷേ ഗുരു എഴുതിയത് നോക്കുക, കോലത്തുകരക്കുടി കൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയേ. കണ്ടോ? ഒരു രീതിയിലും അതിന് തട്ടും തടവുമില്ല. അങ്ങനെയാണോ കടലിരമ്പെന്ന് അതേപോലെ നിൽക്കുക. കോലത്തുകരക്കുടി കൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്ന്. ബാലപ്പിറ ചൂടി ഒരേ സമയം കോലത്തുകര ശിവനായിരുന്നു. ശിവന്റെ തിരുജടയിൽ ബാലപ്പിറയുണ്ട്. അതേപോലെ വാരിധിയും അസ്തമയ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാലപ്പിറ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ സാധിക്കും, ചന്ദ്രോദയം കാണാൻ സാധിക്കും. അപ്പൊ എന്തുമാത്രം കവിത്വമാണ് ഗുരുദേവൻ ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. ചട്ടമ്പിസ്വാമി തിരുവടികൾ ഒരു രീതിയിലും എന്നിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഒന്നാന്തരമായിട്ടുള്ള ഗവേഷകനായിരുന്നു. അദ്ദേഹം എഴുതിയ കവിതകൾക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചു. കവിതകൾ അദ്ദേഹം വളരെ എഴുതിയിട്ടില്ല എന്ന് തന്നെ പറയാം, വളരെ ചുരുക്കമായിട്ട് എഴുതിയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധങ്ങളോളം എടുത്തു പറയാൻ അത് സാധിക്കുന്നില്ല. ഗവേഷണ പ്രബന്ധത്തിൽ അദ്ദേഹം അദ്വിതീയനായിരുന്നു. അപാരമായ ബുദ്ധിയും അപാരമായ നിരീക്ഷണ പാഠവും അപാരമായിട്ടുള്ള കണ്ടെടുക്കൽ സാമർഥ്യവും അദ്ദേഹത്തിന് വിജ്ഞാനം കൊണ്ടുണ്ടായി. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു കാലാവസ്ഥ ഉണ്ടാക്കാൻ അന്ന് സഹായിച്ചു. കാരണം സമുദായം പറയുകയാണെങ്കിൽ 2 സമുദായം. പക്ഷെ ഈ 2 സമുദായത്തിലുള്ള ഭൂരിപക്ഷം കഴിയുന്ന ഒരു ഇടം. ഇവരാണെങ്കിലോ ക്രിസ്തുദേവനെ എങ്ങനെ വിളിക്കുന്നു? ക്രിസ്തുദേവനെ ശരിക്കും ഗുരുവായിട്ട് കാണുന്നു. അതേപോലെ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറയുന്നു. പരമേശ പവിത്രപുത്രൻ എന്ന് ക്രിസ്തുദേവനെ വിളിക്കുന്ന ശ്രീനാരായണ ഗുരു. അതേപോലെ തന്നെ ഒന്നിനെയും കൊല്ലരുത്, ഒരു രീതിയിലും മനുഷ്യനെ മാറ്റി നിർത്തരുത് എന്ന് പറയുന്ന ചട്ടമ്പി സ്വാമികൾ. ഇവർ രണ്ടുപേരും അന്ന് ഒന്നു ചേർന്ന് നടക്കുന്നത് പല മൂരാച്ചുകൾക്കും ദുസ്വപ്നമായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, അത്രയ്ക്ക് വലിയൊരു വിപ്ലവമായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ചേർന്ന് കൊളുത്തിയ വിളക്ക് വലിയ ദീപമായി പന്തമായി ഇന്ന് ഉജ്ജ്വലിച്ചു നിൽക്കുകയാണ്. അന്ന് എല്ലാവരും മലയിൽ നിന്നിറങ്ങി വരുന്നവരും കടലിൽ നിന്നിറങ്ങി വരും. കറപ്പൻ മാസ്റ്റർ കടലിൽ നിന്നിറങ്ങി വന്നു കടൽക്കരയെ ധീവര സമുദായത്തിന് വേണ്ടി. സിദ്ധനർ സമുദായത്തിൽ നിന്ന് ഉഗ്രപ്രതാപിയായ എത്രയോ എഴുത്തുകാർ വന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ സമുദായ പേര് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആശയ വ്യക്തതയ്ക്ക് വേണ്ടി പറയേണ്ടി വരും എന്നല്ലാതെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് ഉണർന്നു വന്ന മനുഷ്യസ്നേഹികൾ കണ്ടത് ജാതിരഹിതമായ ഭേദബുദ്ധിയില്ലാത്ത ഒരു സമുദായത്തെയാണ്, മാനവ സമുദായത്തെയാണ്, മനുഷ്യ സമുദായത്തെയാണ്. സമുദായം കൊണ്ട് ഉദ്ദേശിക്കുന്ന ജാതിയല്ല, മനുഷ്യരെന്ന് പറയുന്ന സമുദായം. അത് മൃഗങ്ങൾ ഒരു സമുദായം, ഉരകങ്ങൾ ഒരു സമുദായം, പക്ഷികൾ ഒരു സമുദായം. നബി തമ്പുരാൻ പറഞ്ഞു, പക്ഷികൾ ഒരു ജനതയാണ്, മനുഷ്യർ മാത്രമല്ല ജനത. പക്ഷികൾ ഒരു ജനതയാണ്. മരുഭൂമിയിൽ പക്ഷികൾ വളരെ അപൂർവമായിരുന്നു, മണൽക്കിളികൾ, വെള്ളമില്ല, ചൂടാണ്. അപ്പോൾ അതിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. കാരണം അതൊരു ജനതയാണ്. ഒരു ജനതയെ നമ്മൾ അഭിമാനത്തോടു കൂടി കാണണം, അതിനെ മാറ്റി നിർത്താൻ പാടില്ല. അത് വലിയ പ്രവചനമാണ്. നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിലോ നബി തമ്പുരാന്റെ പാണ്ഡിത്യം വളരെ സ്തുത്യർഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കരുണാവാൻ നബി മുത്തുരത്നം എന്ന് വിളിച്ചത്. ഖുർആൻ വായിക്കുന്ന ആർക്കെങ്കിലും നബി തമ്പുരാന്റെ പാദങ്ങളിൽ വീഴാതിരിക്കാൻ പറ്റുമോ? അതേപോലെ ബൈബിൾ, പുതിയ നിയമം വായിക്കുന്ന ആർക്കെങ്കിലും ക്രിസ്തുവിന്റെ പാദങ്ങളിൽ വീഴാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ കാർമ്മികത്വത്തിലല്ലാതെ നിർമ്മിക്കപ്പെടുന്ന എല്ലാ കെട്ടിടങ്ങളും തകർന്നു വീഴും. ശാന്തമായ സാഗരം ഒരിക്കലും മിടുക്കുള്ള കപ്പിത്താനെ സൃഷ്ടിക്കില്ല. ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. ശരിയാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പാടും കേടും പാടില്ല, എനിക്കൊരിക്കലും ബാധ്യതകൾ വരാൻ പാടില്ല, കടം വരാൻ പാടില്ല, എനിക്ക് രോഗം വരാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ നീ മിടുക്കനാവില്ല. നിന്നെ മിടുക്കനാക്കാൻ വേണ്ടി പ്രകൃതി നൽകുന്ന വെല്ലുവിളികളാണ് ഇതെല്ലാം. നീ അതിനെ അതിജീവിച്ച് നിന്റെ ജീവിതമാകുന്ന വലിയ തോണിയെ നീ കരയിലെത്തിക്ക്. എന്ത് ഗംഭീരമായ ദർശനങ്ങളാ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക്. തീർച്ചയായിട്ടും. ഒരിക്കലും സാർ, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മൾ വർത്തമാനകാലത്തെ വെറുക്കുന്നത്. വർത്തമാനകാലത്തെ വെറുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ശേഷിക്കുന്നത് നന്മകളായിരിക്കും. അതെ, ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന പാടും കേടും അതേപോലെ കൊലപാതകങ്ങളും ദുഷ്ടതകളും എല്ലാം മണ്ണടിഞ്ഞു പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രഭു കുടുംബങ്ങളിൽ ജനിച്ചവരെല്ലാം മൺമറഞ്ഞു പോയി, മണ്ണടിഞ്ഞു പോയി, മറന്നുപോയി.
നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ ഇരിക്കുന്നിടത്ത് എത്രയോ വലിയ പ്രതാപികൾ ഇവിടെ ജീവിച്ചിരിക്കും, ആരും ഇന്നില്ല. ഇന്ന് ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാത്തവരാണ്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ബുദ്ധ ഭഗവാനെ പോലെ രാജാവിൻ്റെ മകനായിട്ട് ജനിച്ചത് കാണാൻ സാധിക്കുകയുള്ളൂ. ശ്രീരാമ ഭഗവാനെ പോലെ ജനിച്ചത് കാണാൻ ബാക്കി നമ്മൾ കൂടുതൽ എടുത്ത് നോക്കിയാലും ഇപ്പൊ സോക്രട്ടീസ് നോക്കട്ടെ, സോക്രട്ടീസ് ചെരുപ്പുകുത്തിയുടെ കല്ലാശാരിയുടെ മകനായിരുന്നു. പിന്നീട് വരുമ്പോൾ ക്രിസ്തു ഭഗവാനെ നോക്കട്ടെ, ക്രിസ്തു ഭഗവാൻ ഔസേപ്പ് മേസരിയുടെ മകനായിട്ട് വളർന്ന ദൈവപുത്രനായിരുന്നു. പിന്നീട് നബിത്തമ്പുരാനെ നോക്കട്ടെ, അനാഥനായി മണൽക്കാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്, അനാഥനായി വളർന്ന കുട്ടിയാണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഗുരുനാനാക്കാവട്ടെ ചെരുപ്പുകുത്തിയുടെ കുടുംബത്തിൽ ജനിച്ച ആളാണ്. പിന്നെ നമ്മൾ എപ്പോഴും കുട്ടികൾ ഇപ്പോൾ പാടുന്നു, ഞാൻ എവിടെ ചെന്ന് പിള്ളേരോട് പറഞ്ഞാലും എൻ്റെ മക്കൾ പറയും APJ അബ്ദുൽ കലാം എന്ന് പറയും, വലിയ സ്വപ്നം കാണാൻ. അദ്ദേഹം ഈ രാമേശ്വരം കടൽപ്പുറത്ത് കടലാസ് വേണമാ, കടലാസ് പേപ്പർ വേണമാ എന്ന് പറഞ്ഞ് വയറ്റത്ത് കൈയിട്ടടിച്ച് നടന്ന ഒരു പാവ, ഒരു വഞ്ചി ഊന്നുന്ന ഒരു വള്ളക്കാരൻ്റെ മകനായിട്ട് വളർന്ന ആളാണ്. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ മോശമായിട്ടുള്ള അവസ്ഥയിൽ സമൂഹം കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതാണ്. അതിനെ ഒരിക്കലും ഒരു പതിതത്വമായിട്ട് കാണാൻ സാധിക്കുകയില്ല. അതിനൊരു കുറവായിട്ട് കാണരുത്, അതൊരു മെച്ചമായിട്ട് കണ്ടവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത നിലകളിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ വ്യക്തിപരമായി പറയുകയല്ല, ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയെ നോക്കുക. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയപ്പോൾ പറഞ്ഞു, ഒരു ബീഡി തൊഴിലാളി ആയിട്ട് ആ ബീഡിയിൽ ഇങ്ങനെ നൂല് കെട്ടാൻ വേണ്ടി പോയതാണെന്ന്. ഇനി ഞാൻ പറഞ്ഞോളട്ടെ, ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുക, രാഷ്ട്രീയം പറയുകയല്ല, അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ ട്രോളുന്നത് കേൾക്കാൻ ചായേ എന്ന് ചിലർ ട്രോളുന്നത് എനിക്കത് സങ്കടം തോന്നും കേട്ടോ. ഈ ഏതെങ്കിലും ഒരു തൊഴിലിനെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? ചായ അടിക്കുന്നതിന് എന്താ കുഴപ്പം? ചായ കുടിക്കാൻ ഞാൻ ചെന്നിരിക്കുമ്പോൾ ആരെങ്കിലും ചായ അടിച്ചു തരാൻ വേണ്ടേ? അപ്പോൾ വേണമല്ലോ, ഒരാളുടെ ദാഹം ആ സമയത്ത്. അതിന് ചെയ്യുന്ന തൊഴിലിനെ കേരളീയരായിട്ടുള്ള ഒരുപാട് പേര് ഇന്ന് ട്രോളുകയാണ്. ഒരിക്കലും അത് ചെയ്യരുത്, അത് വലിയ പാതകമാണ്. അതിനൊരു മഹത്വമുള്ള അതൊരു മഹത്വമില്ലാത്ത ഏത് ജോലിയാണ് ഉള്ളത്? നമ്മുടെ തോട്ടിയുടെ മകനെടുത്ത് നോക്കുക, അതിനകത്ത് തകഴി കൊണ്ടുവരുന്ന അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും ദുർഗന്ധപൂരിതമല്ലേ അത് ഭയങ്കര സഹനത നിറഞ്ഞു നിൽക്കുന്ന ത്യാഗനിർഭരം ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഒരു ലോകത്തിന് സമ്മാനിക്കുന്നത്. അപ്പൊ തൊഴിലിനെ നമ്മൾ അവഹേളിക്കുന്നു, തൊഴിലിന്റെ ഉൽപ്പന്നത്തെ നമ്മൾ സ്വീകരിക്കുന്നു. ഓട വൃത്തിയാക്കാൻ ഒരാൾ വരുന്നു, പക്ഷേ ആ ആളിനെ ഇങ്ങോട്ട് കയറ്റുന്നതേ ഇല്ല. കയറ്റണ്ട, കാരണം ശരീരത്തിലൊക്കെ ഒരുപക്ഷെ അഴുക്ക് വെള്ളം നിറഞ്ഞിരിക്കും, അവർ പോയി കുളിച്ചിട്ട് വരട്ടെ. പക്ഷെ ആ വ്യക്തിയെ പിന്നെ എന്നും നമ്മൾ അങ്ങനെ കാണുകയുള്ളൂ. ആ അഴുക്ക് പുരണ്ട ഒരാൾ, അഴുക്ക് വെറുക്കുന്ന ഒരാൾ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. അഴുക്ക് കയ്യിൽ പെരുള്ളുന്ന അഴുക്ക് സോപ്പിട്ട് 1 മിനിറ്റ് കഴുകിയാൽ മതി, എല്ലാ അണുക്കളും ചത്തുപോകും. അത് ശാസ്ത്രീയ സത്യമാണ്. അത് നമ്മൾ വേണ്ടതിലധികം നമുക്ക് ബോധ്യപ്പെട്ട ഒരു സമയമാണ് ഈ കൊറോണയുടെ സമയം. ബോധ്യപ്പെടുത്തി തന്നൊരു തിരുത്തല്ലേ കൊറോണ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഗുരുദേവന് ആഹ്ലാദം തോന്നും. കാരണം ചട്ടമ്പി സ്വാമികളുടെ ഒരു താരാട്ടിൽ പറയുന്നുണ്ട്, ഏറ്റവും വലിയവനും ഏറ്റവും ചെറിയവനും ദൈവമാണ്. അത് ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു വിശദീകരണം. നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയവൻ, നമ്മൾ ഏറ്റവും മുകളിലോട്ടല്ലേ നോക്കണം. ദൈവം എന്റെ ദൈവമേ എന്നല്ലേ നോക്കൂ, നമ്മൾ താഴോട്ട് നോക്കൂലല്ലോ എന്റെ ദൈവമേ എന്ന് പറയൂലല്ലോ. ഇല്ല, എപ്പോഴും നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് നോക്കൂ. പക്ഷെ ചട്ടമ്പി സ്വാമികളുടെ ഒരു താരാട്ടുപാട്ട്, അദ്ദേഹം അപൂർവമായിട്ട് എഴുതിയിട്ടുള്ള ഒരു താരാട്ടുപാട്ടുണ്ട്. അത് പിള്ളത്താലോലിപ്പ് എന്നാണ് അതിന്റെ പേര്. അത് ഞാൻ പാടിയിട്ടുമുണ്ട്, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. പിള്ളത്താലോലിപ്പ് എന്ന് പറയുന്ന അതിനകത്ത് പറയുന്നു, ഏറ്റവും വലിയവനും ഏറ്റവും ചെറിയവനും ദൈവമാണ്. അങ്ങനെ ഒരു കുഞ്ഞിനെ പാടി ഉറക്കുക. ഒരു താരാട്ടിൽ പോലും ആ കുഞ്ഞിൻ്റെ ഏതെങ്കിലും ബുദ്ധിയിൽ അത് കൊള്ളട്ടെ എന്ന് കരുതി നമ്മുടെ പരമ ആചാര്യന്മാർ ചെയ്ത ഒരു സാമൂഹ്യ വിപ്ലവം ഉണ്ടല്ലോ, അതിൻ്റെ ഈടാണ്, അതിൻ്റെ ശക്തിയാണ് ഇപ്പോഴും നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വേണ്ടാതീനം നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ ശ്രമിച്ചാൽ ജനാധിപത്യം ഇപ്പോഴും കൊമ്പനാനയെ പോലെ നിന്ന് കൊടഞ്ഞെറിയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് വേറെ സംശയമില്ല. പക്ഷേ ചെറിയ കാലത്തേക്കെങ്കിലും നമുക്ക് ദുരിതങ്ങളെല്ലാം വന്ന് പെടുന്ന ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിച്ചു പോകുന്നുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ അത്തരം ഓർമ്മകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സാർ പറഞ്ഞ പോലെ കുറേയധികം നല്ല നമ്മൾ ഒരുപക്ഷെ ഓർമ്മകൾ എപ്പോഴും മധുരമുള്ള ഓർമ്മകളിൽ നിന്ന് നമ്മളൊരു പ്രയോഗം സാധാരണഗതിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ അതിനിടയിലുള്ള പല ഓർമ്മകളെയും നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ആ ഓർമ്മകൾ മധുരമുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്? മധുരം ഉള്ള ഓർമ്മകൾ മാത്രം മതി നമുക്ക്. അതാ, നമ്മൾ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് മരുന്നുകൾ, ഈ ആയുർവേദം എന്തുകൊണ്ടാണ് പിന്നോക്കം പോയത്? ആയുർവേദത്തിലെ എല്ലാ മരുന്നുകൾക്കും ചവർപ്പുണ്ടായിരിക്കും. അപൂർവം ചിലതിന് മാത്രമേ തേനിൽ ചാലിച്ചു കൊടുക്കുന്നുള്ളൂ.
ബാക്കിയല്ല. നമ്മൾ പറയില്ലേ കഷായം പോലെ എന്ന്, ആ, 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 ആ. കഷായം കുടിക്കും പോലെ ഇരിക്കുന്നു എന്ന് പറയില്ലേ. അതിന് ഔഷധ ശക്തിയുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് അലോപ്പതി മരുന്നുകൾ വന്നപ്പോൾ അത് ടാബ്ലറ്റ് ആയിട്ടും ഇഞ്ചക്ഷൻ ആയിട്ടും ഒക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഈ ചവർപ്പറിയാത്ത ഒരവസ്ഥയിലേക്ക് രുചി അറിയാതെ കഴിക്കാൻ പറ്റുന്ന അറിയാതെ കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും. അതുകൊണ്ട് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. ഞാനൊരു പാട്ട് പാടുമ്പോൾ അത് കവിത പോലെ ആയി പോവും, പക്ഷെ എന്തൊരു രസമുള്ള വരികളാത്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ എന്ന് പറയുന്നത്. ഇപ്പോ കേരളത്തിൽ എവിടെയും പൂക്കളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടില് കുട്ടികളൊക്കെ ഓടി നടന്ന് പൂക്കൂടയുമായിട്ട് പൂവിറുത്ത് വന്നിരുന്ന ഒരു ഓണക്കാലം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് വാസ്തവമാണ്. കാരണം എൻ്റെ 15 വയസ്സിന് താഴെ ഞങ്ങളെല്ലാം ഇപ്പോഴത്തെ വലിയമല ISRO കേന്ദ്രം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ പൂവിറുക്കാൻ പോകുമായിരുന്നു. ഞാനും എൻ്റെ കളിക്കൂട്ടുകാരും പൂക്കൂടയും കയ്യിൽ കാണുമായിരുന്നു ഒരു 45 വർഷം മുമ്പ്. ഇന്നതില്ല. ഇന്ന് ആ കുട്ടികളെ നമ്മളൊന്നും അതിന് അനുവദിക്കാറുമില്ല. അങ്ങോട്ട് പോകുമ്പം തേനീച്ച കടിക്കും, അല്ലെങ്കിൽ കടന്നൽ കുത്തും, അല്ലെങ്കിൽ ഇഴജന്തുക്കൾ ഉണ്ടാകും എന്ന് കരുതിയിട്ട് ശ്രീനാഥും ഞാനും നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തുകയാണ്. അതൊരു വലിയ കുറ്റമായിട്ട് മാറുന്നു. പക്ഷേ നമ്മുടെ വല്ലാത്തൊരു ശ്രദ്ധ ആ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കുകയും അവർ ബൗദ്ധികമായിട്ടുള്ള ഉയരത്തിലേക്ക് കയറി പോകുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനൊരു നല്ല വാർത്ത കേട്ടു. നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിലെ MLA IB സതീഷ് അവിടെ ഒരു 7-8 ഏക്കറിൽ പൂക്കൃഷി നടത്തിയിരിക്കുകയാണ്. അത് വിളവെടുപ്പ് നടക്കുന്നു. അത് ഏറ്റവും വലിയ കാര്യം. അത് വലിയൊരു കാര്യം കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. അതൊരു വലിയ വിപ്ലവമാണ്. അതേപോലെ തന്നെ സതീഷ് വേറെ പലയിടങ്ങളിലും തണ്ണീർത്തട സംരക്ഷണങ്ങൾ കൊണ്ടുവരുന്നത്, ഇത് നമ്മളെല്ലാവരും മാതൃകയാക്കണം. അത് ഏതെങ്കിലും എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ പറയുകയല്ല, അല്ലെങ്കിൽ ഞാൻ അനുകൂലിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായതുകൊണ്ട് പറയുകയല്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗം ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് കേരളീയരെ വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? രാഷ്ട്രീയമായിട്ടുള്ള സാദൃശ്യം കൊണ്ടല്ലല്ലോ ഞാൻ പറയുന്നത്. ആ വ്യക്തിപ്രഭാവം ഞെട്ടിപ്പോയി. ഇത്രയും വലിയൊരു മഹാനായിരുന്നു എന്നാണ് എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ കുറെ കൂടെ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പോയിരുന്നു, എപ്പോഴും പോയിരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അവിടെ വന്നിട്ടുള്ള ആൾക്കാരും കൃത്രിമമായി കരയുകയോ അല്ലെങ്കിൽ എന്തൊരു വല്ലാത്ത മനുഷ്യനെ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് അതിശയം തോന്നുന്നു. ഇങ്ങനെ ആയിരിക്കണം ഒരു നേതാവെന്ന് പറയുമ്പോൾ നമ്മൾ തലകുലിക്ക് സമ്മതിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് AKGയെ കുറിച്ച് ചിലർ പറഞ്ഞുകൊണ്ട് AKGയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോരാൻ തോന്നുന്നില്ല. ആ രീതിയിൽ സ്നേഹമാണ്, വാത്സല്യമാണ്. എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു, രാവിലെ എന്ത് കഴിച്ചു, ഇവിടെ ഒന്ന് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ ഭയങ്കര സ്നേഹം എന്നാ പറയുന്നത് AKG. നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. 77 വരെയല്ലേ അദ്ദേഹം ജീവിച്ചു, 1977 വരെ. അപ്പൊ നേതാക്കൾക്കും വലിയ മാതൃകകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അതിനെ എല്ലാവരും പിന്തുടരണം. ചിലർ നല്ല നേതാക്കളായിരിക്കും, അടുത്ത് കഴിയുമ്പോൾ ഒന്നാന്തരം നേതാക്കളും ഒന്നാന്തരം സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നവരുമായിരിക്കും. അവരുടെ ശരീരഭാഷ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയുള്ള നേതാക്കളും ഉണ്ട്. ഞാൻ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് നേതാക്കളുണ്ട്. നമ്മൾ അടുക്കുമ്പോഴേ അറിയോ, അയ്യോ ഇദ്ദേഹം ഇത്രയും വലിയ നല്ല മനുഷ്യനായിരുന്നോ. എല്ലാവരും പറയുന്നത് ഇദ്ദേഹം വലിയ ധീര പോരാളി എന്നൊക്കെയല്ലേ. പക്ഷെ എന്തൊരു സ്നേഹമുള്ള ആളാണ്. നമ്മളെന്നും ഒരിക്കലും സ്നേഹത്തിന് ഒരുപാട് നേതാക്കളുണ്ട്. അവരുടെ ശരീരഭാഷ ഒരു പക്ഷേ ഇങ്ങനെ കൊമ്പനാന നിൽക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നോക്കും, ചിരിക്കില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അതൊരു ചിരി മനസ്സിന്റെ ഒരു ഭംഗിയാണ്. എങ്കിലും ചിരിക്കാത്ത വളരെ സ്നേഹധനന്മാരായിട്ടുള്ളവരെ നമുക്ക് ചിരിക്ക് പ്രാധാന്യമുണ്ട്. അതെങ്ങനെയെന്നറിയോ? ഞാൻ മെനഞ്ഞാന്ന് വായിച്ചു, ചാണക്യൻ പറഞ്ഞു പുഞ്ചിരിയെക്കുറിച്ച്. പുഞ്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ധർമ്മമാണ്. അതിനു മുമ്പ് ഞാൻ കേട്ടിരുന്നത് നബി തമ്പുരാൻ പറഞ്ഞതായിട്ടാണ്. ആരെയും നോക്കി നിങ്ങൾ പുഞ്ചിരിക്കണം. ഒരു പുഞ്ചിരിക്ക് വലിയ ആശ്വാസം നൽകാൻ സാധിക്കും. നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ഒരാൾ ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം നമുക്ക് മനസ്സിൽ സന്തോഷമുണ്ടാകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങളുടെ നെടുമങ്ങാടൻ ഭാഷയിൽ പറയുന്നത് എതിർപ്പ് വരിക എന്ന് പറയാം. എതിർത്ത് വരിക നമ്മുടെ എതിരെ വരുന്നതാണ്.